നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഞാൻ ഇരിക്കുന്നത് തിരുവനന്തപുരത്തെ ജസ്രംഗി എന്ന് പറയുന്ന വീടിൻ്റെ മുറ്റത്താണ്. അപ്പോൾ ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ വീട് ഇതൊരു പാട്ട് വീടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈ തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ വീടിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ സംഗീതമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ വീട്ടിലെ ഗൃഹനാഥനാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ എല്ലാവരും സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഒരുപാട് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കുടുംബം. ജസ്രംഗി എന്ന പേര് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഹിന്ദുസ്ഥാനി ടോണാണല്ലോ അല്ലേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളിപ്പോൾ ഉള്ളത് പണ്ഡിറ്റ് രമേശ് നാരായൺജിയുടെ വീട്ടുമുറ്റത്താണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം മക്കളായിട്ടുള്ള മധുവന്തിയും മധുശ്രീയും ഭാര്യ ഹേമയും പിന്നെ ഒരു കുഞ്ഞാളുകൂടെ ഉണ്ട് കേട്ടോ, ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് സിയാൻ. അപ്പോൾ എല്ലാവരുടെയും ഓണവിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സകുടുംബം പണ്ഡിറ്റ് രമേശ് നാരായൺജിയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാറ്. ഞാൻ ഇവിടെ ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് ജസ്രംഗിയാണ്. അപ്പോൾ എനിക്ക് ജസ്രംഗിയെ കുറിച്ച് വലിയ ഐഡിയ ഉള്ള ആളല്ല, പക്ഷെ ഞാനിങ്ങനെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ജസ്രംഗി എന്ന് പറയുന്നത് സാറിൻ്റെ തന്നെ അങ്ങയുടെ ഗുരുജി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ജുഗൽബന്ദിയാണ് അല്ലെ, മെയിലും ഫീമെയിലും പാടുന്നതാണ്, അത് 2 രാഗ പാടുന്നതാണെന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, നമ്മുടെ ഓണം സ്പെഷ്യൽ ആണെങ്കിൽ പോലും ഒരു ജസ്രംഗി പാടി ഒന്ന് തുടങ്ങാൻ പറ്റുമോ? അതിന്റെ കോംപ്ലക്സിറ്റീസ് എനിക്കറിയില്ല, പക്ഷെ ഒരു ആകാംക്ഷ. ജസ്രംഗി എന്ന് പറയുന്നത് ഗുരുജി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സംഗീത രൂപമാണ്. അത് അർദ്ധനാരീശ്വര രൂപത്തിലുള്ള മെയിൽ ആൻഡ് ഫീമെയിലിന് വളരെ ഫ്ലെക്സിബിളായിട്ടും, സാധാരണ ഫീമെയിൽ പാടുമ്പോഴും മെയിലിന് 2 പിച്ചാണ്. അപ്പോൾ ഇത് ഒരേ പിച്ച് തന്നെ വളരെ കംഫർട്ടായിട്ടുള്ള ഫീമെയിലിന് പാടാൻ പറ്റുന്ന രീതിയിലുള്ള, കാരണം മെയിലിൻ്റെ പിച്ചിന് ചിലപ്പോൾ ഫീമെയിലിന് പാടാൻ പറ്റില്ല. നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിലാണ് ക്ലാസിക്കൽ സിംഗേഴ്സിന്. പിന്നെ ഫിലിം സോങ്സിന് അങ്ങനെ വരുന്നില്ല. ആ ഫിലിം സോങ്സിൻ്റെ വോയിസ് റേഞ്ചും വോയിസ് കൾച്ചറൊക്കെ വേറെയാണ്. അപ്പോൾ അല്ലാതെ പാടുമ്പോൾ നമ്മളിപ്പോൾ ഒരു രാഗത്തെ തന്നെ നമ്മൾ ഷഡ്ജ മധ്യമ മൂർച്ഛന എന്ന് പറയാം. ഇത് പഞ്ചമ മധ്യമ അല്ലെങ്കിൽ ഷഡ്ജ പഞ്ചമം വെച്ചിട്ടുള്ളൊരു മൂർച്ഛനയാണ്. ഇപ്പോഴും ഞാനും മധുഷിയും പല കോൺസേർട്ടിലും നമ്മൾ ചിലപ്പോൾ മൂർച്ഛന ചെയ്യാറുണ്ട്, ഇങ്ങനെ അത് ചെയ്യാറുണ്ട്. അപ്പോൾ ആക്ച്വലി അത് വളരെ പ്രാക്ടീസ് ചെയ്ത് നല്ലതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ വെർഷൻ ചെറുതായിട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പാടാം. ഇത് 2 രാഗങ്ങൾ നമ്മളിപ്പോൾ ഒരേ സ്കെയിലിൽ ഒരേ സ്വരസ്ഥാനങ്ങളിലുള്ള ഒരു രാഗം തന്നെയാണ്, പക്ഷേ 2 രാഗമാണ്. ഒന്നിൽ തന്നെ എല്ലാം സ്ഥിതി ചെയ്യുന്നു എന്നാണ് രൂപകൽപ്പന വരും അതിന്. ഇപ്പോൾ നേസ ഗമ പ ഈ പഞ്ചമത്തെ സാ ആക്കാണ്. നേസ ഗമ പ, ഈ പഞ്ചമം തേ, ഈ പാവെന്നൊരു സ്വരം ഉണ്ടല്ലോ, അതിൻ്റെ മധുവന്തി ഷഡ്ജാവും. പാടി സാനി സദാ പ പ സ മ പ മ പ ദ പ നി സ രെ സ മ പ നി സ ദ നി സ ഗ മ രെ സ നി സ ഗ മ രെ. ഇതാണ് മധുവന്തി പാടിയത്. അപ്പോൾ മ പ നി സ നി സ സ ദ മ പ നി പ സ നി സ ഗ സ മ പ നി പ മ പ ഗ രെ നി സ ദ രെ സ പ മ ഗ മ രെ സ
ni sa ga ma ni sa da pa ni sa da pa ga pa ma re sa pa ni sa ga ma pa sa ga ma da ni sa pa ni sa ga ra re ni sa da da pa ga ma re sa ga ma re ഇങ്ങനെ ഒരു ഈ ഫോമിൽ നമ്മളിങ്ങനെ ഇതിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൽ ഫീമെയിലിന് വളരെ കംഫർട്ടായിട്ട് പാടാൻ പറ്റുന്ന ഒരു സംഗീത രൂപമാണ് ഇതിപ്പോൾ. എല്ലാവരും നോർത്ത് ഇന്ത്യയിൽ മിക്കവാറും മറ്റുള്ള ഘരാനയിലുള്ളവരും നമ്മുടെ ഘരാനയിലല്ലാതെ നമ്മുടെ മേവാത്തി ഘരാന ആ ഘരാനയിലല്ലാതെ പല മ്യൂസീഷ്യൻസും ഇപ്പോഴേ ട്രൈ ചെയ്തുകൊണ്ട് വളരെ പോപ്പുലറായിട്ടാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈവായിട്ട് ഒരുപാട് പരീക്ഷണത്തിനല്ലേ, ഓൺ സ്റ്റേജ് പരീക്ഷണത്തിന് സ്കോപ്പുള്ള ഒരു ശാഖയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു എന്താണ് ഒരു ജസ്രംഗയിലാണ് നമ്മൾ തുടങ്ങിയത്. സാർ ഞാൻ പതുക്കെ ഇപ്പം നമുക്ക് ഹിന്ദുസ്ഥാനി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മലയാളികളെ സംബന്ധിച്ചൊരു നോർത്ത് ഇന്ത്യ ഹിന്ദുസ്ഥാനി ആ ഒരു സാധനമാണല്ലോ ഓർമ്മ വരുന്നത്. അവിടെ നിന്ന് ഞാൻ പതുക്കെ നമ്മുടെ ഓണത്തിലേക്ക് എന്ത് കൊണ്ടുവരികയാണ്. ഞാൻ വിചാരിക്കുന്നത് സാറിന് കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഓണം കുറച്ചുകൂടി സ്പെഷ്യൽ ഇരട്ടി മധുരമുള്ള ഓണം ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ഒരു പുതിയ അതിഥി കൂടി വീട്ടില്. അപ്പോ അച്ഛനായിട്ട് ഓണം ആഘോഷിക്കുന്നതും ഇപ്പൊ ഒരു അച്ചാച്ചനായിട്ട് ഓണം ആഘോഷിക്കുന്നത് രണ്ടും കുറച്ചുകൂടി അല്ലേ? എൻ്റെ മനസ്സിലേ എനിക്കൊരു അച്ചാച്ച എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് വന്നിട്ടില്ല. ഇതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആക്ച്വലി അവൻ കൂടുതലായിട്ട് എന്നെ അച്ചാച്ചാന്ന് വിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ കയറി വരും. പക്ഷെ ഇതിപ്പം എൻ്റെ ഒരു കൂടെയുള്ള സ്വന്തം ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുള്ളൂ. നമ്മളോട് ഒരു മെമ്പറായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം മാനസിക പിന്നെ അവൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ തന്നെ അച്ചാച്ചാന്ന് വിളിച്ച് തുടങ്ങിയില്ല. അതെ, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാരും അച്ചാന്ന് വിളിക്കുന്ന കേട്ടിട്ട് അവനും അച്ചാന്ന് തന്നെയാ വിളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവൻ ക്ലിയറായി വരും. സാർ ഈ നമ്മളിപ്പോ ഓണം ഇപ്പൊ ആഘോഷിക്കുന്നത് തിരുവനന്തപുരത്താണല്ലോ. ഞാനൊന്ന് കണ്ണൂർ കൂത്തുപറമ്പിലെ ഓണത്തിലേക്ക് ഒന്ന് പോയാലോ എന്ന്. കാരണം നമ്മളെ തെക്ക് ഓണം ആഘോഷിക്കുന്നത് പോലെയല്ല, വടക്കോട്ട് ചെല്ലുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. സദ്യാവട്ടങ്ങളിലായാലും രീതികളിലായാലും ഒക്കെ. ആ സാറിൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഓണം, പിന്നെ വിവാഹം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് മധുവന്തി ജനിച്ച ആദ്യ കുറച്ച് നാളൊക്കെ എനിക്കൊന്ന് അവിടെ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ മെമ്മറീസിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാമോ? എൻ്റെ ഓണം എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ ഭേദമന്യേ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചേർന്നിട്ട് നമ്മൾ പൂക്കളം, പിന്നെ എൻ്റെ ചേട്ടൻ രാധാകൃഷ്ണൻ, നമ്മുടെ വീട്ടിൽ ഭയങ്കര അടുത്തടുത്ത കാര്യം. അന്ന് ഇത് മാത്രമേ ഉള്ളൂ ശരിക്കും. പൂ ഇടുക, ആഘോഷിക്കുക. ഈ 10 ദിവസവും അത്തം മുതൽ അങ്ങോട്ട് തുടങ്ങാമെന്നാണ്. അപ്പോൾ അന്ന് കൊച്ചുകുട്ടിയല്ല, ചെറുപ്പത്തിലുള്ള ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറേ പേരുണ്ട്. അത് ഒരു കോമ്പറ്റീഷൻ പോലെ അവരുടെ വീട്ടിലും നമ്മുടെ വീട്ടിലുമൊക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിലിങ്ങനെ പോയിട്ട് പിന്നെ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നത് ആ ഒരു മോശം എന്ന് പറഞ്ഞാൽ ആ ഒരു കാലാവസ്ഥ, വെതർ, അത് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. വളരെ വ്യത്യാസമുണ്ട്. ഒന്നാമത് നമുക്ക് കണ്ണൂരിൽ മഴ ഉണ്ടാവില്ല, ചെറിയ മഴയുടെ ഒരു ഇതുണ്ടാവും. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോകുമ്പോൾ ഗേറ്റ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് കടക്കുമ്പോഴേക്ക് തുമ്പപ്പൂക്കളാണ്, നിറച്ച് തുമ്പപ്പൂക്കളാണ് റോഡ് സൈഡിൽ നിറച്ച് കിടക്കേണ്ട. ആ തുമ്പപ്പൂ നമ്മളെ വീട്ടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പറിക്കാം. അത് വൈറ്റ് കളറാണല്ലോ, അത് ഇങ്ങനെ പറിച്ച് കൊണ്ടുവന്ന് കാണുമ്പോഴുള്ളൊരു ബ്യൂട്ടി ഉണ്ട്. അത് ഇപ്പോൾ തുമ്പപ്പൂ കാണാനേ ഇല്ല. നമുക്കൊന്നും കണ്ടാലും അറിയാം, അത് കാണാനേ ഇല്ല അതിപ്പോഴും. അങ്ങനെയുള്ള അതേപോലെ തന്നെ ഈ അരിപ്പൂ എന്ന് പറയുന്നത് അതുണ്ട്. അരിപ്പൂ ഇപ്പോൾ അരിപ്പൂ എന്ന് വെച്ചാൽ ഇപ്പം വേറെ നഴ്സറിയിലാണ് അധികം പോണത്, ഗാർഡൻ നഴ്സറി, അപ്പോൾ അതാണ് പോണത്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ഫുഡ്, സദ്യ എന്ന് പറയുന്നത് നമ്മളുടെ സദ്യ വളരെ
വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അത് സദ്യ ഇവിടെ പറയാം. അല്ല, ഇവിടുന്ന് ഞാനിവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ സദ്യ. എനിക്ക് ആക്ച്വലി കഴിക്കാൻ അറിയില്ലായിരുന്നു. പോയപ്പോൾ ഇവിടുത്തെ സദ്യ. അപ്പം ഞങ്ങളുടെ അങ്ങോട്ട് അങ്ങനെയില്ല. അവിടെ പരിപ്പില്ലല്ലോ അല്ലേ? അവിടെ പരിപ്പ് അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഇന്ന് ചിട്ടയൊന്നുമില്ല. എല്ലാം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് തരുന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇടയിൽ വന്ന് പായസം കഴിക്കും അല്ലേ? അവിടെ ഒരു കാര്യമുണ്ട് ഹേമ, ഒരു കുഴച്ചൂണെന്ന് പറഞ്ഞ സംഭവം, അതാണ് ഓണത്തിന് സ്പെഷ്യൽ. കുഴച്ചൂണ് മീൻസ് നമ്മുടെ ഈ പഴം, പപ്പടം, നെയ്യ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ട് ആദ്യം മിക്സ് ചെയ്ത് ഇതിനങ്ങോട്ട് എടുത്ത് വെക്കും ഒരു സൈഡിൽ. അതാണ് കറക്റ്റ് ടിപ്പിക്കൽ മലയാളം നമ്മുടെ ഏരിയയിലുള്ള സദ്യ. പിന്നെ അത് കഴിഞ്ഞ് പ്രഥമൻ, പായസം വരും. പിന്നെ അത് നിനക്കറിയാം? ഇല്ല, ഞാൻ മാഷിന്റെ വീട്ടിൽ വന്നപ്പോഴാണ്, ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഈ കുഴച്ചൂട് എന്നൊക്കെ സാധനമായിരുന്നു. എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി ഞാൻ സ്കൂളിൽ പാട്ടൊക്കെ പാടുന്നായിരുന്നു പണ്ട് കുട്ടിച്ചേരുന്നത്. അപ്പം ഞാൻ ഒരു ഓണത്തിന് മിക്ക ദിവസം വീട്ടിൽ ഉണ്ടാവാറില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എനിക്ക് ഓണക്കോടി കിട്ടും. അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ചുറ്റും എല്ലാവരും പാട്ടുകാരാണ്. ഞാൻ എവിടെ നിന്ന് തുടങ്ങും, എവിടെ നിന്ന് പാടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി മധുവന്തിയുടെ ഹിറ്റായിട്ടുള്ള ഒരു പിടി പാട്ടുകൾ ഇപ്പോൾ ഉണ്ട് ക്രെഡിറ്റിൽ. അപ്പോൾ അതിൽ മധുവന്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഓണ സമ്മാനമായിട്ട്. എനിക്ക് ഒരുപാട് പേര് അറിഞ്ഞ് ഒരുപാട് എന്താ പറയുക, നമ്മൾ പാടിയ പാട്ടുകളിൽ നമുക്ക് ഒരു റെക്കഗ്നേഷൻ, നമ്മുടെ വോയിസ് ഒരു റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള പാട്ട് ആരാധികയാണ്. പിന്നീടുണ്ട് ആദരാഞ്ജലി. അത് വേറൊരു ജോണറിലുള്ളൊരു ഇതായിരുന്നു. അപ്പം പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ പാടിയതിൽ കുറച്ചും കൂടെ ഒരുപാട് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടുള്ളത് റീസെൻ്റ്ലി ബൊഗേൻവില്ലയ്ക്ക് വേണ്ടിയിട്ട് പാടിയതായിരുന്നു. മറവികളെ പറയൂ കടലാസു പൂ ഇതളിലിരിക്കുമോ സ്മരണകളാ മിഴിനീർ തുമ്പികൾ മുറിവുകളെ പറയൂ ഈറന്നിലാ മലർദീപനാളങ്ങൾ നിഴലുകളിൽ നിന്നു വേർപെടുമോ. ഞാൻ ഒന്നിനി മധുശ്രീയിലേക്ക് പോയിട്ട് വരാം. ഈ അച്ഛൻ്റെ പാട്ട് പാടുക, അതിൽ റെക്കഗ്നിഷൻ കിട്ടുക, എന്താ പറയുക, കുട്ടിക്കാലം തൊട്ട് തന്നെ അച്ഛൻ്റെ പാട്ട് ക്ലാസ്സിൽ കൂടെ ഇരുന്ന് പാടാനും അല്ലേ, അത് കേട്ട് പഠിക്കാനും, അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആസ് എ സിംഗർ ഒരു കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പോൾ അച്ഛൻ ആ ചെറുതിലേ തന്നിട്ടുള്ളൊരു ഗൈഡൻസ് അതിപ്പോൾ എനിക്കായാലും ചേച്ചിക്കായാലും അതുണ്ട്. അപ്പോൾ അത് ശരിക്കും ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഈ സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻസിനും ഒക്കെ പങ്കെടുക്കുന്ന സമയം തന്നെ ആ സമയത്തോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു മധുശ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയി കുറച്ച് അല്ലേ? ആ ഒരു ടൈമിൽ +1 ആയ സമയത്ത് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ടൈം. അപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അതായത് ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. അപ്പം ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് എക്സ്ട്രാ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിന് പോയിട്ടുള്ള കുട്ടികളെ. സോ ഭയങ്കര കുശുമ്പാണ്. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഞാനിങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഒരു പഠിത്തം ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ പഠിക്കായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇങ്ങനെ സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു കോള് വരുന്നതും സ്റ്റേറ്റ് അവാർഡ് വിന്നറായി. എനിക്ക് തോന്നുന്നു അമ്മയാണ് വിളിച്ച് പിന്നെ സ്കൂളിൽ. അതെ. അപ്പൊ ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ നടന്നിങ്ങനെ മധുശ്രീ എവിടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പഠിക്കും. ഞങ്ങൾക്ക് കുറേ ആൾക്കാർ ടീച്ചേഴ്സും നമ്മുടെ പ്രിൻസിപ്പളും എല്ലാവരും കൂടി വരുന്നു. ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്ത് പിന്നെ അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണം എനിക്ക് അവാർഡ് ഉണ്ടെന്ന്. എനിക്കതിൻ്റെ ഒരു എന്താ പറയാ എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അതെ പറ്റാത്തൊരവസ്ഥ. ആ സ്റ്റേറ്റ് അവാർഡ് ആദ്യം നേടിത്തുന്ന പാട്ടാണോ ഏറ്റവും ഫേവറേറ്റ് സോങ്? അത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതായത് ഒരു അഷ്ടപതിയാണ്.
സോ ലാംഗ്വേജ് ബേസിസ് ആയാലും നമ്മൾ സാൻസ്ക്രിറ്റ് അതിൻ്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം. അപ്പം അതൊക്കെ വളരെ ഒരു വലിയൊരു ചാലഞ്ചിങ് ആയിരുന്നു ആ ഒരു ടൈമിൽ. ആൻഡ് ഓൾസോ അതിൻ്റെ മ്യൂസിക് അച്ഛനാണ് ചെയ്തത്. അത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ അച്ഛൻ്റെ കോമ്പോസിഷൻസ് ആർ ഓൾവേസ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചാലഞ്ചിങ് ആയിരിക്കും ആ സോങ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ആൾക്കാർ കാണുമ്പോൾ ഇപ്പം പണ്ഡിറ്റ് രമേശ് നാരായൺ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു മ്യൂസിഷ്യൻ, അദ്ദേഹത്തിന് വളരെ ഈസി ആയിരിക്കും മക്കളെ കൊണ്ട് പാട്ട് പാടിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കൊടുക്കാൻ ഒരു ധാരണയുണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് സാർ അങ്ങനെ ഒരു സീറ്റിൽ ഇരിക്കുമ്പോഴായിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ട്. എൻ്റെ മോളെ കൊണ്ട് ഞാൻ പാട്ട് പാടിക്കട്ടെ എന്ന് പലപ്പോഴും ചോദിക്കാൻ പറ്റില്ല, നന്നായിട്ട് മോള് ട്രാക്ക് പാടിയ. അങ്ങനെ ഒരു ക്രൈസിസ് എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ട്? ഇല്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റി വന്നില്ല അല്ലേ? ഇല്ല. അതായത് അങ്ങനെ ഞാൻ പേഴ്സണലി എൻ്റെ മോളെ കൊണ്ട് പാടിക്കണം എന്നങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് മുത്തപ്പൻ എന്ന് പറഞ്ഞ പടം ഞാൻ കുറച്ച് മുന്നേ ചെയ്തു. അതിൽ ചിത്രാജി തന്നെയാണ് പാടിയത്. അപ്പോൾ അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്, ചിത്രാജി പാടിയാൽ അത് നന്നാവും എന്ന് ഞാൻ അങ്ങോട്ട് തന്നെ പറയാം ഇത്. അപ്പോൾ അത് എനിക്ക് വേണമെങ്കിൽ മോളെ കൊണ്ടോ അല്ലെങ്കിൽ മധുവന്തിയെ കൊണ്ട് പാടിക്കാം, പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രയാസമാണ് അല്ലേ? പൊതുവെ തന്നെ പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതിൻ്റെ ആവശ്യം വരുന്നിട്ടില്ല എനിക്ക് ആക്ച്വലി. അത് തന്നെ ലിനു സാർ പറഞ്ഞു. അതുപോലെ ഇവിടെ മോൾ ആദ്യമായിട്ട് ഒരു തമിഴ് മൂവിക്ക് പാടിയിരുന്നു. അതും അവരാണ് ഇങ്ങോട്ട് പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. എല്ലാവരും വിചാരിക്കും ഞാൻ മോളെ കൊണ്ട് പാടിക്കുന്നു എന്ന്. എനിക്ക് ഏറ്റവും വിഷമമുണ്ട്, കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകാരിയാണ് സുജാത. സുജാതയുടെ വോയിസും ഫീലും എനിക്കിഷ്ടം. പിന്നെ ചിത്രാജി വീണ്ടും ഇപ്പോഴും പാടുന്നുണ്ട്, പക്ഷേ അവരെ കൊണ്ടൊന്നും ഇപ്പോഴും അധികം പാട്ട് പാടിക്കാൻ പറ്റുന്നില്ല. അതൊരു വിഷമമുണ്ട് ശരിക്ക്. പക്ഷേ എങ്കിലും എൻ്റെ മക്കൾ പാടുമ്പോൾ കുറച്ചുകൂടെ മോളൊക്കെ പാടുമ്പോൾ മാക്സിമം ഞാൻ അതിൻ്റെ പെർഫെക്ഷൻ വേണം എന്ന് വിചാരിച്ചിട്ട് ഇവരെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് പിന്നെ നമ്മളെ ഹിന്ദി ഏതായിരുന്നു പാടിയ നമ്മുടെ പ്രിയദർശൻ സാറിൻ്റെ അയോധ്യയുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഇറ്റ്സ് 5 മണിക്കൂറുള്ള ഒരു ഡോക്യുമെൻ്ററി. ഇറ്റ്സ് എ ബിഗ് ഡോക്യുമെൻ്ററി. അത് വന്നിട്ടില്ല, ഇപ്പോൾ അടുത്തിറങ്ങും. അത് ഹിന്ദിയിലാണത് മുഴുവൻ. ആ ഹിന്ദിയിലുള്ള ടൈറ്റിൽ സോങ് ശ്രേയാജിയെ കൊണ്ടാണ് പാടിക്കാൻ വെച്ചിരുന്നത്. മോള് പാടി, പക്ഷേ ഇത് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല മോളെ കൊണ്ട് പാടിക്കണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവൾക്ക് ലക്ക് വരുന്ന മധുശ്രീയുടെ പേരിൽ തന്നെയാണ് വരുന്നത്. പ്രിയ സാറിനെ വിളിച്ച് ചോദിക്കുന്നു, രമേഷ് ജി അത് മോള് തന്നെ പാടട്ടെ, അത് നന്നായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മോള് തന്നെ പാടട്ടെ എന്ന് പറയുന്നത്. അങ്ങനെയാണ് പാട്ട് വരുന്നത്. ഈ അച്ഛൻ പാടിയ പാട്ടിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അച്ഛന് ഒരുപാട് പാട്ടുകൾക്ക് സ്റ്റേറ്റ് അവാർഡ് റെക്കഗ്നിഷൻ ഇഷ്ടംപോലെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചാൽ അത് ശരിക്കും ഭയങ്കര പാടാണ്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ഏറ്റവും എനിക്ക് എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഓരോ കോമ്പോസിഷൻസും ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് എനിക്കിഷ്ടം. കുറേ കൂടെ ഞാൻ ലൈവിലും ഒക്കെ പാടുന്നത് പറയാൻ മറന്ന പരിഭവങ്ങൾ. അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായും. പരിഭവങ്ങൾ പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമാ മിഴികളോർക്കേ സ്മരണകൾ തിരയായി പടരും ജലധിയായി സ്മരണകൾ തിരയായി പടരും ജലധിയായി പൊഴിയും നിലാവ് പോൽ ഈ പാട്ട് കേൾക്കുന്നവരെ ആ ഒരു ഫീലിങ്സിലേക്ക് അങ്ങ് ഇമ്മേഴ്സ്ഡ് ആക്കാന്ന് പറഞ്ഞ രമേശ് സാറിൻ്റെ പാട്ടുകൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഈ മേഘമൽഹാറിലെയൊക്കെ പാട്ട് അതിലേക്ക് നമ്മൾ അലിഞ്ഞു പോകുന്ന പോലെ പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ തന്നെയാണ് മക്കളത് രണ്ടുപേരും പാടുമ്പോഴും. സാർ ഒരു
സംഗീത കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ നിന്നുള്ളൊരു കർണാട്ടിക് ബേസ് പിന്നീട് പഠിക്കുന്നു സാറ്, അത് കഴിഞ്ഞ് ഹിന്ദുസ്ഥാനി സ്പെഷ്യലൈസ്, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? കാരണം സാധാരണ ഇവിടെ ഉള്ളവരെല്ലാവരും കർണാട്ടിക്കിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ വഴി മാറി നടന്ന ഒരു ആളാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് സാറിൻ്റെ ഏറ്റവും വലിയൊരു യുണീക്ക് പോയിന്റ് ഇപ്പം നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ. കൂത്തുപറമ്പിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഖാദർ സാഹിബ് എന്ന ഒരു പഠാണി ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ ഫാമിലി അച്ഛനുമായിട്ട് വളരെ ക്ലോസ്. അച്ഛൻ കർണാട്ടിക് മ്യൂസിക് പാടും, 2 കൈ കൊണ്ട് ഹാർമോണിയം വെച്ച് പാടുന്നത് നാരായണ ഭാഗവതരായിരുന്നു. അച്ഛൻ വൈദ്യരായിരുന്നു. ഹെറിഡിറ്ററി അച്ഛൻ്റെ അച്ഛനൊക്കെ വളകിട്ടിട്ടുള്ള വൈദ്യന്മാരായിരുന്നു. ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു അവർക്കൊക്കെ ഗിഫ്റ്റഡ് ആയിരുന്നു. അവരൊക്കെ സിംഗിങ്ങിലും ഇതിലും അച്ഛൻ വയലിന് വായിക്കുമായിരുന്നു, കഥകളി സംഗീതത്തിനായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഡ്രാമ, അച്ഛൻ പാടുന്ന ഡ്രാമ കേട്ടിട്ടാണ് എൻ്റെ അടുത്ത് എപ്പോഴും നമ്മൾ KP കുമാരേട്ടൻ ഉണ്ടല്ലോ ഡയറക്ടർ, കുമാരേട്ടൻ പറയുന്നു, രമേശ് എൻ്റെ വീടിൻ്റെ അടുത്താണ് കൂത്തുപറമ്പിൽ, എൻ്റെ വീടിൻ്റെ ജസ്റ്റ് ബാക്കിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ പറയും രമേശിൻ്റെ അച്ഛൻ്റെ അഭിനയവും പാട്ടും കേട്ടിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ഇപ്പോഴും പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഫാമിലി ആയിരുന്നു. എഴുത്ത്, പാട്ട്, വീട്ടിലെപ്പോഴും സതിര്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഖാദർ സാഹിബ് അദ്ദേഹം ഹിന്ദി സോങ്സാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടവിടെ. പിന്നെയാണ് ഞാൻ ഈ ഖാദർ സാഹിബിൻ്റെ മകളുടെ ഭർത്താവാണ് ഹാരിസ് ഭായി. ഹാരിസ് ഭായിയുടെ കണ്ണൂരിലും ഇപ്പോൾ മലബാറിലും കേരളത്തിലും മൊത്തം ഭയങ്കര പോപ്പുലറായിട്ടുള്ള തബലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിലെന്നും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഗിറ്റാർ വായിക്കുമെന്ന് ചെറുതായിട്ട് സെൽഫായിട്ട് ഇങ്ങനെ പഠിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ഗത്തുകൾ, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ചെറിയ ചെറിയ ഗത്തുകൾ വായിച്ചുകൊണ്ടിരിക്കും. ഈ ഗത്തുകൾ അദ്ദേഹം ഹാർമോണിയത്തിൽ അസലായിട്ട് വായിക്കും, ബ്യൂട്ടിഫുള്ളായിട്ട് വായിക്കും. അപ്പോൾ അത് ഞാനും കൂടി ഇരുന്നിട്ട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ബിഹാഗ് രാഗം ഹിന്ദുസ്ഥാനിയിൽ പിന്നെ ഉള്ള രാഗങ്ങൾ, ഭാഗ്യശ്രീ, ഇങ്ങനെയുള്ള പല യമൻ രാഗ്, മാർവ, ഈ തോടി, തിലക്, കാമോദ്, ഇങ്ങനെയുള്ള രാഗങ്ങളൊക്കെ ഞാൻ പഠിക്കും, വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഗിറ്റാർ വായിച്ച് പാട്ട് പാടാനും പോകും. അപ്പോൾ അന്ന് ചിലപ്പോൾ ഇദ്ദേഹം ഉണ്ടാവും. ഇതൊക്കെ നടക്കുന്നത് 15-14 വയസ്സിലാണ് കേട്ടോ പാട്ട് പാടാൻ പോണത്. ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നു 15 വയസ്സൊക്കെ ആയിരിക്കാം. അങ്ങനെ 18 വയസ്സൊക്കെ ആയപ്പോൾ ഒരു അൻവർ ഖാൻ ഉസ്താദ് എന്ന് പറഞ്ഞ ആൾ എൻ്റെ പാട്ട് അവിടെ കേട്ടു. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അദ്ദേഹം വന്നപ്പോൾ ഉസ്താദ് അൻവർ ഖാൻ ഉസ്താദ്. അപ്പോൾ ഞാനൊരു ഈ കൂത്തുപറമ്പ് മൈതാനിയുണ്ട്, അന്ന് അവിടെയാണ് വലിയ സ്റ്റേജ് കെട്ടുക. അവിടെ നിന്ന് ഞാനൊരു ദേവ എന്നൊരു പാട്ട് പാടി, ദാസേട്ടൻ പാടിയ. അത് രാഗം ശുദ്ധ സാവരി രാഗം. സരെ മ പദ സദ മരി ദശരെ മ. അപ്പോൾ ഈ രാത്രി പാടിയപ്പോൾ ഇദ്ദേഹം രാത്രിയാണല്ലോ, വൈകുന്നേരമാണല്ലോ പാടുന്നത്, രാത്രി ഒരു 8-8:30 തോന്നും. ഇദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു, ആ പയ്യൻ്റെ ശബ്ദം കൊള്ളാം, ഹിന്ദുസ്ഥാനി പഠിച്ചാൽ നന്നായിരിക്കും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ഹാരിസ് ഭായി ഇതിൻ്റെ കേട്ടിട്ട് വന്നിട്ട് പറഞ്ഞു ഇത് കൊള്ളാം. അപ്പോൾ ഇതൊക്കെ എന്നെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ചേട്ടൻ പൂനെയിൽ, അത് മിലിറ്ററിയിലായിരുന്നു, എന്നെ പിടിച്ചു കൊണ്ടുപോകണം അങ്ങോട്ട്. സിത്താർ പഠിക്കാനാണ് ഞാൻ പോകുന്നത്. അങ്ങനെയാണ് അവിടുന്ന് ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് വരുന്നു. ഒരു ചാൻസ് കിട്ടി നോർത്തിലേക്ക് പോകാൻ. അപ്പോഴാണ് അവിടുന്ന് അങ്ങോട്ടാണ് ഹിന്ദുസ്ഥാനി യാത്ര തുടങ്ങുന്നത്. ഈ പണ്ഡിറ്റ് ജസ്രാജിയുടെ അടുത്ത് അവിടെ ഒരു സ്പേസ് എങ്ങനെയാണ്? ഗുരുജിയുടെ അടുത്ത് എത്തിപ്പെടുന്നത് വലിയൊരു കാര്യമാണ്. കാര്യം ഗുരുജിയുടെ അടുത്ത് എത്തിപ്പെടാൻ വലിയ ആക്സസിബിൾ ആയിരുന്നില്ല. കാര്യം ഞാനൊരു ചെറിയ പയ്യനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗുരുജിയുടെ അടുത്ത് ഒരു ദിവസം ഞാൻ ഡയറക്റ്റും കയറി പോവാണ്, പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. ഗുരുജി ഫോണിൽ വിളിച്ചു. വേറെ എനിക്കൊരു നമ്പർ, എൻ്റെ ഒരു ബോംബെയിലുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു, ഉസ്താദ് അലാർ ഖാൻ സാഹിബിൻ്റെ ശിഷ്യൻ തബലിസ്റ്റ് സുനിൽ പാധ്യ. അദ്ദേഹം ഈസ് നോ മോർ നൗ. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് നമ്പേഴ്സും ഭാര്യ കാര്യങ്ങളൊക്കെ തരുന്നത്. രാജ് കമൽ ബിൽഡിങ്സ് ദാദറിൽ. അപ്പോൾ ഞാൻ ട്രെയിൻ ഇറങ്ങി രാവിലെ പൂനെയിൽ നിന്നാണ് പോകണം. ട്രെയിൻ ഇറങ്ങി നേരെ കയറി ഇങ്ങനെ റൗണ്ടായിട്ടുള്ളൊരു പിന്നെ സ്റ്റെയർ കേസാണ്, പഴയ ടൈപ്പ് ഉണ്ടല്ലോ, സ്പൈറൽ ടൈപ്പ്. അങ്ങനെ പോയി. അപ്പോൾ ഗുരുജി വരാൻ പറഞ്ഞിട്ട് ഗുരുജി ചോദിച്ചു, എന്താ അന്ന് പാട്ട് പാടിച്ചു. അപ്പോൾ ഞാൻ കർണാട്ടിക് മ്യൂസിക്കും പിന്നെ അതുവരെ പഠിച്ചിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്. ഞാൻ അവിടുത്തെ
പൂനെയിൽ നിന്ന് തന്നെ പഠിച്ചത്. അതിന് മുന്നേ ഞാൻ 4 ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചിരുന്നു. ഖാൻ സാബ് മുഹമ്മദ് ഹുസൈൻ, SS ദേവദർജി, NB ദിവാൻജി, പിന്നെ വിട്ടൽ ക്ഷീരസാഗർജി, ഒരു പിന്നെ ഗുരുജി കൂടിയുണ്ട്. പിന്നെ പണ്ഡിറ്റ് സച്ചിദാനന്ദ പഠിക്കുക. ഇദ്ദേഹത്തിൻ്റെ 5 ഗുരുക്കന്മാരുടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗുരുജിയെ അടുത്ത് പോകണം ഒരു കാര്യം. ഇവരൊക്കെ നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കാന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ എനിക്ക് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പഠിക്കണം എന്ന് നിർബന്ധമായിരുന്നു എനിക്ക്. അങ്ങനെ തേടിയുള്ളൊരു ട്രാവലായിരുന്നു ശരിക്കും അത്. കുറേ ട്രാവൽ ചെയ്തിട്ടാണ് ഗുരുജീൻ്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്നതും. അങ്ങനെ അങ്ങോട്ട് 83-ലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഗുരുജി അക്സെപ്റ്റ് ചെയ്തു. ആദ്യം ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഗുരുജി അപ്പം തന്നെ എനിക്ക് സമയമില്ല, ഗുരുജി വെരി ബിസി ആണല്ലോ, സമയമില്ല ബേട്ടാ. കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു. യു ഗോ വിത്ത് മല്ലികാർജുൻ ജി ആൻഡ് അങ്ങനെ ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ പേര് പറഞ്ഞു. അപ്പോഴാണ് ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, ഗുരുജി മുझे आपका ही संगीत चाहिए. അപ്പം പറഞ്ഞു ബേട്ടാ മുझे ടൈം നെയ്യേ പിന്നെ അത് കഴിഞ്ഞ് എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങി പോവുക. അപ്പോൾ എന്നെ കണ്ണ് നിറഞ്ഞെൻ്റെ സത്യത്തിൽ വളരെ വിഷമമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഗുരുജി ഇങ്ങനെ നമസ്കരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, തിരിച്ചു പോകുമ്പോഴാണ്, ഇറങ്ങി പോകുമ്പോഴും ഗുരുജി രണ്ടാമത് തിരിച്ചു വിളിച്ചു. അതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. കണ്ണ് നിറഞ്ഞത് ഗുരുജി ഒരു പക്ഷേ കണ്ടിരിക്കല്ലേ? പിന്നെ ഗുരുജി ആരാണ്, ഭയങ്കരല്ലേ, ഒരാളെ അനലൈസ് ചെയ്യാനും. അതെ, ജസ്റ്റേഴ്സ് വരെ എങ്ങനെയാണ് ജസ്റ്റേഴ്സ് അതുവരെ പഠിപ്പിക്കും. അങ്ങനെ ഉള്ളൊരു ആ സംഗീതം മാത്രമല്ല. ഇവിടെ ഈ ഗുരുജി വീടിൻ്റെ ഇനോഗ്രേഷൻ ഗുരുജിയാണ് ചെയ്തത്. 3rd ഡേ ജസ്രംഗി എന്നുള്ള പേര് ഇനോഗ്രേറ്റ് ചെയ്തത് ഗുരുജിയാണ്. ഞാനൊന്ന് നേരെ മധുവന്തിയിലേക്ക് വരികയാണ്. അതായത് ഈ ഒരു ഫാമിലിയുടെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ജനറേഷൻസ് ഓഫ് മ്യൂസിഷ്യൻസ് ഉള്ളൊരു കുടുംബം എന്നുള്ളൊരു പ്രത്യേകത. ഇപ്പോൾ സാറിൻ്റെ അച്ഛനാണെങ്കിലും അതിന് മുന്നോട്ടുള്ള ജനറേഷൻസ് ആണെങ്കിലും ഒക്കെ മധുവന്തി എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പാട്ടും പാടിയിട്ടുണ്ട് അല്ലേ? അച്ചാച്ചൻ്റെ കോമ്പോസിഷൻ അല്ലേ? അങ്ങനെ ഒരു അപ്പൊ ആ 2 അച്ഛൻ്റെ പാട്ടും അച്ചാച്ചൻ്റെ കോമ്പോസിഷൻ പാടി ആ 2 എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും പാടുകയും വേണം രണ്ടും. അച്ചാച്ചൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പാവു ഭാഗവതർ, അപ്പാവു വൈദ്യരും ആണ്, ഭാഗവതരുമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, കുറച്ച് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞറിയാമെന്നുള്ളത്. അപ്പം അച്ചമ്മ ഞങ്ങളുടെ കൂടെ ആയിരുന്നു അവസാനം കുറച്ച് കാലങ്ങളിലുണ്ടായിരുന്നു. അപ്പം അച്ചമ്മ ഓർമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, ബട്ട് സ്റ്റിൽ എന്നാലും അച്ചമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കിട്ടുമ്പോൾ ഇങ്ങനെ വെറുതെ പാടും. അപ്പം നമ്മളിങ്ങനെ ബുക്കൊക്കെ എടുത്തിരുന്ന് ആ വരിയൊക്കെ എഴുതി അങ്ങനെ 2-3 പാട്ടുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അതിലൊരെണ്ണമാണ് ഗോപബാല ഗോപികാലോല പീതവസന ദാമോദര എന്ന് പറയുന്നൊരു പോയം. ഗോപബാല ഗോപികലോല പീതവസന ദാമോദര, ഗോപബാല ഗോപികലോല പീതവസന ദാമോദര, കാലിമേച്ചു നടന്ന നിൻ ലീലയോർക്കിൽ മഹാത്ഭുതം, ബാലകാലാതിസേവ്യനായോരാഴിവർണ്ണനല്ലയോ നീ, ബാലകാലാതിസേവ്യനായോരാഴി വർണ്ണനല്ലയോ നീ. ബ്യൂട്ടിഫുൾ. ഭൈരവി രാഗത്തില് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ചാച്ചൻ്റെ അപ്പൊ അല്ലേ? അച്ഛൻ്റെ പാട്ട് പാതിയിലെ ആ പാട്ട് ഒരു എനിക്ക് തോന്നുന്നു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സോങ് ആണല്ലോ. അതൊരു കുറച്ചൊരു ഗസൽ മൂഡിലുള്ളൊരു സോങ് ആണ്. മിഴിനീര് പെയ്യുന്ന മനമേറിയൊരു ചെറുമോഹമെന്നിൽ പിറന്നു, മിഴിനീര് പെയ്യുന്ന മനമേറിയൊരു ചെറുമോഹമെന്നിൽ പിറന്നു, ചിറകന്യമായൊരു കിളിയൻ്റെ നെഞ്ചിലായി ചെറുചുണ്ടു കോരി
പിടഞ്ഞു മിഴിനീരു പെയ്യുന്ന മനമേറിയന്നൊരു ചെറുമോഹമെന്നിൽ പിറന്നു. പാടാൻ ഒരു അല്പം ടഫായിട്ടുള്ളൊരു പാട്ടാണല്ലേ. നമ്മൾ ഒരു ഓണത്തിന്റെ ബാക്ക്ഡ്രോപ്പിലാണല്ലോ ഇരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ പാട്ട് പാടി, ഹിന്ദുസ്ഥാനി പാടി, വിശേഷങ്ങൾ പറഞ്ഞു, പക്ഷെ കുറച്ചുകൂടെ ഒരു ഓണത്തിന്റെ ഒരു പാട്ടല്ലേ? ആ, ഓണത്തിൻ്റെതായിട്ടുള്ള പാട്ട്. പഴയ ഒരു പാട്ടില്ലേ? അതെ, ദാസങ്ങളുടെ ഒരുപാട് പാട്ടുകളുണ്ട്. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ മഴവില്ലിന്നലെ മുടിയിൽ ചൂടി മധുഹാസം തൂകി മധുമലർഹാസം തൂകി. ഈ ഓണക്കാലം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഓണം ജനങ്ങൾക്കൊപ്പമാണ്. ഇപ്പം സാറിനും ഇപ്പം മധുവന്തിക്കായാലും മധുശ്രീക്കായാലും ഒക്കെ എനിക്കൊന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? വീട്ടില് വളരെ ഉണ്ടാവാറ് ചില സമയങ്ങളിലെ ചില ഓണങ്ങളെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാവാൻ പറ്റാറുള്ളൂ. അത് കൂടുതലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൂവിടുക, ചെറിയൊരു മിനിയേച്ചർ സദ്യ, ഈ ഇവിടെ എല്ലാ ഒരു വിപുലമായ സദ്യ. എന്റെ അമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് അമ്മ ഈ ഒരു വർഷം ആയില്ല. കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ഫുള്ള് അമ്മയാണ് പൂവിട്ടിട്ടുണ്ടായിരുന്നതും ഒക്കെ. അമ്മക്ക് അത് ഭയങ്കര നിർബന്ധ, പൂ വാങ്ങിക്കണം അല്ലെങ്കിൽ പൂവിടണം. അത് ഞങ്ങളുടെ നാട്ടില് 10 ദിവസം ഇടും, അത്തം തൊട്ടിട്ട് 10 ദിവസം ഇടും. അങ്ങനെ ഈ പൂടുമ്പം അതിന്റെ തലേദിവസം രാത്രി ഇരുന്ന് വരയ്ക്കുക, ഇതൊക്കെ പരിപാടി ഞങ്ങളുടെയാണ്. അപ്പം ഞങ്ങളത് ചെയ്യുന്ന സമയത്ത് അമ്മമ്മ വന്നിങ്ങനെ അവിടെ അങ്ങനെ ആയിക്കൂടെ, ഇവിടെ അങ്ങനെ, അപ്പൊ ഐഡിയ ഒക്കെ തരും. കുറച്ച് പാത്രമൊക്കെ വെച്ച് കമത്തി വെച്ച് വരയ്ക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയാസും ഒക്കെ അമ്മമ്മ പൂവിടാനും ഒക്കെ വരും. ശ്വാസമുട്ടലും അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കഷ്ടപ്പെട്ട് കൂടെ വന്ന് ഞങ്ങളുടെ കൂടെ പൂവൊക്കെ അന്ന് ഇവളുടെ വീട്ടിലും മോളുടെ വീട്ടിലായിരുന്നു. അപ്പം അമ്മയായിരുന്നു കുറേ ഓർമ്മയുണ്ട്. ഓരോരോ ഇത് ഓരോരാൾക്ക് കൊടുക്കുമായിരുന്നു. ഇവര് രണ്ടുപേരും ഇല്ലായിരുന്നു, ഇവര് US-ലായിരുന്നു. അപ്പം ആ സമയത്ത് അമ്മ ഓരോരോ പൂക്കളം ഓരോരാൾക്ക് കൊടുക്കും. ഒരു കുറച്ച് പൂവ് ബാക്കി വന്നപ്പം പറയാം, അത് നമുക്ക് അപ്പുറത്ത് ചെറിയൊരു വട്ടം ഇടാം അങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി അവിടെ പോയി ആ ബാക്കിയുള്ള പൂവൊക്കെ വെച്ച് ഇങ്ങനെ ഇടുക വട്ടം. ഞാൻ പറഞ്ഞു അത് ഇനി കുഴപ്പമില്ല. ഇവിടെ എങ്ങനെയാണ് ഓണത്തിന് സദ്യ ഉണ്ടാക്കുവോ അതോ? ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ചില സമയങ്ങളിൽ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ഇത് ഉണ്ടാക്കി നമ്മൾ വൈകിട്ട് വരെ ഫുൾ ടൈമും കിച്ചണിലായിരിക്കും. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ലാസ്റ്റ് ഒരു പ്രാവശ്യം നമുക്കൊന്ന് റിലാക്സ് ഞങ്ങൾ എൻജോയ് ചെയ്തു. അതായത് ഫുൾ ടൈം ഞങ്ങൾ ഓണപ്പൂക്കളൊക്കെ ഇട്ടു. വീട്ടില് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാരും കുറെ എന്താ പറയാ പുറത്തുനിന്ന് ഓണസദ്യ വരുത്തിയായിരുന്നു. ഓണസദ്യ വരുത്തി ഞങ്ങൾ ഫുൾ ഇങ്ങനെ കറങ്ങാൻ പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇഷ്ടമാണ് കേട്ടോ, ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. ആസ് എ ഫാദർ ഇപ്പൊ 2 മക്കളെ കൊണ്ടും കമ്പോസ് ചെയ്ത് പാടിപ്പിക്കാൻ പറ്റി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് അത് ദൈവം തന്നു സാറിന്. ഇപ്പം എനിക്ക് തോന്നുന്നു മനസ്സിലെവിടെയെങ്കിലും അടുത്ത കുഞ്ഞു വാവ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് പാടാനും അല്ലേ കൊട്ടാനും ഒക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ഞാൻ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ കുഞ്ഞിലെ ഒരു 3 വയസ്സ് 4 വയസ്സായപ്പോൾ തന്നെ ചെറുതായിട്ട് പാടാനും ഒക്കെ തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ അയാൾക്ക് ഒരു വയസ്സും 2 മാസവും വലിയ ദൂരമില്ല. അത് സ്വപ്നം കാണുന്നുണ്ടോ മനസ്സിൽ? അങ്ങനെ ഒരു അവനങ്ങ് വന്നോളും, ഞാൻ വരും. അവൻ അങ്ങനെ കൂടെ വന്ന് അവനെ പാടിപ്പിക്കേണ്ടി വരും. സ്റ്റുഡിയോയിൽ വെച്ചിട്ടൊരു പാടി. നാഷണൽ അവാർഡ് കിട്ടിയ സ്വോർഡ് ഓഫ് ലിബർട്ടി അല്ലേ, സ്വോർഡ് ഓഫ് ലിബർട്ടി ഡോക്യുമെന്ററി, ആ ഒരു അതിന്റെ ഒരു മ്യൂസിക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്റെ പരിമിതമായിട്ടുള്ള അറിവിൽ അതിനൊരു ഫോക്ക് ടച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു? അല്ല, അത് നമ്മളിപ്പോഴും റീ റെക്കോർഡിംഗ് അല്ലേ, അതിന് കൂടുതൽ കംപ്ലീറ്റ് റീ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ അതിന് നമ്മൾ റീ റെക്കോർഡിങ്ങിന് എന്താണ് റിക്വയർ ചെയ്യുന്നത് അത് വെച്ചിട്ട് അതിനിപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസിക്കൽ മ്യൂസിക്കോ അല്ലെങ്കിൽ ഒന്നിലും സ്റ്റിക്ക് ഓൺ ആവണില്ല. നമ്മൾ ഫ്രീഡം ആണല്ലോ അവിടെ. നമ്മൾ ഒരു മ്യൂസിക് കമ്പോസർ ഒബ്സർവ് ചെയ്യുകയാണ് എല്ലാം.
നേച്ചർ ഒബ്സർവ് ചെയ്യാണ്, നമ്മൾ ഓരോ നിമിഷവും ഒബ്സർവേഷനാണ്. ഈ ഒബ്സർവേഷനിൽ നിന്ന് കിട്ടുന്നൊരു മ്യൂസിക്കാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. കേൾവി മാക്സിമം എല്ലാം കേൾക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻസ്പയർഡായി നമ്മളൊരു സാധനം വരും. മ്യൂസിക് അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെയും നമ്മുടേത് സ്റ്റാൻഡ് ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിമർശനങ്ങളിലേക്ക് പോകും. ഇപ്പോഴത്തെ നമുക്ക് റെഫറൻസ് മറ്റേ എനിക്ക് മ്യൂസിക് തരാറുണ്ട് പലവരും. ഇപ്പൊ ടി കെ രാജീവ് കുമാർ സാർ വന്നിട്ട് അദ്ദേഹം വളരെ സോ മച്ച് ഇൻ മ്യൂസിക് നോളജ് ഉള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം പറയും, രമേഷ് ജി ഇത് ഒന്ന് കേട്ട് നോക്കുമെന്ന്. ഇത് കേട്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് അറിയാം. ഈ സാധനമായിട്ട് യാതൊരു, പിന്നെ അതേപോലെ മുക്കിരിൻ മകളെ എന്നൊരു സോങ് ഉണ്ട്. ജയരാജ് വന്നിട്ട് പറഞ്ഞു ഒരു പാട്ട്, ദിൽ കരേ ഘബറായേ. ഈ സോങ് ആണ് എനിക്ക് റെഫറൻസ് തന്നത്. ഈ റെഫറൻസ് തന്നിട്ടാണ് മുകിലിൻ മകളേ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ് ജന്മനൊമ്പരമേ ദിൽ കരേ. എവിടെ ഇങ്ങനെ നിൽക്കല്ലേ. ഒരു ഡയറക്ടറിന്റെ മനസ്സാണ് ആ റെഫറൻസ് തരുന്നത്. എനിക്ക് ഇതാണ് വേണ്ടത്. അതെ, നമ്മള് സാറിന്റെ പാട്ട് കേട്ടു, മധുവന്തിയുടെ കേട്ടു, മധുശ്രീയുടേത് കേട്ടു. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇനി കേൾക്കാൻ ഏറ്റവും ആഗ്രഹം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ ഒരു പാട്ട് കേൾക്കാതെ പോകാൻ പറ്റില്ല. ഇപ്പൊ ഇവരെല്ലാവരും പാടുന്നില്ല. എനിക്ക് അത് കേട്ടോണ്ടിരിക്കുന്നത് ഭയങ്കര ഗ്രേസ്. എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ, ഞാൻ സ്വന്തമായിട്ട് എനിക്ക് തോന്നുമ്പം ആരും കേടാതെ ഞാൻ ക്ലാസ് റൂമിൽ ഇരുന്ന് പാട്ട് പാടും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പാടാറുള്ള ഞാൻ ഇപ്പൊ ഈയിടെ ശ്രദ്ധിക്കാൻ, അമ്മയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അമ്മ ഇങ്ങനെ പാടും. പക്ഷെ ഭയങ്കര ക്രിറ്റിക്കാണ് കേട്ടോ. നമ്മള് രണ്ടുപേരും അച്ഛൻ്റെ അടുത്ത് പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് അടുത്ത തവണ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു വിടും. അമ്മ ഒന്നും വിടാതെ ഇവിടെ ഈ വരി ആ വരി ഈ വരി എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ പാടുമ്പോ പോലും ഇങ്ങനെ അവിടെ എന്തോ അമ്മയെ നോക്കിയ പ്രോബ്ലം. സ്റ്റേജിൽ ഇരിക്കുമ്പോ അമ്മയുടെ ഇങ്ങനെ അമ്മയുടെ നെറ്റിയിൽ അറിയാൻ പറ്റും നമ്മൾ എവിടെയെങ്കിലും പാളിയോന്നുള്ളത്. ഗുഡ് ക്രിറ്റിസിസം, അതാണ് നമ്മളെ ക്രിറ്റിസിസം ഇഷ്ടം പോലെ വരുമല്ലോ. അതെ, പക്ഷേ ഹേമന്തിന്റെ ക്രിറ്റിസിസം ഗുഡ് ക്രിറ്റിസിസം. എല്ലാ പാട്ടിന് മുമ്പേ ഈ അന്നത്തെ പാട്ട് ചെയ്യുമ്പോ ഉണ്ടല്ലേ, മേഘമൽഹാറിലെ പാട്ട് ഒരു നിറപുഷ്പമായി ചെയ്യുമ്പോ സാർ പറയുന്നുണ്ടായിരുന്നു, നല്ല ക്രിറ്റിക്കാണ്. ആദ്യം വൈഫ് പെണ്ണുങ്ങൾ ലേഡീസിന് ഇഷ്ടപ്പെട്ടോ പാട്ട് ഹിറ്റാവും, അങ്ങനെ പറയും. അതുപോലത്തെ PT സാറും ഇതുപോലെ പറയും. അങ്ങനെ അപ്പൊ നമുക്ക് വേണ്ടിട്ട് ആ പാട്ടൊന്ന് തനുവറിയാതെ നിൻ കാലടി പാടുകൾ തേടിയ മാനസം കരലാളനത്താ തഴുകിയുറക്കുമോ ഒരിക്കൽ കൂടി വീണ പൂക്കൾ വിരിക്കുമോ വീണ്ടും ഒരിക്കൽ കൂടി എൻ ഗതകാലതീരത്ത് ഒന്നിരിക്കാനൊരു കളി വീട് കെട്ടുവാൻ പോരുമോ നിങ്ങളെൻ നഷ്ടസ്വപ്നങ്ങളെ പാടുമോ പണ്ടത്തെ പാട്ടുകളിത്തിരി. എത്ര പാട്ട് പാടിച്ചാലും മതിയാവാത്ത എന്താ പറയുക ഒരു പാട്ട് മഴയ്ക്ക് നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു നല്ലൊരു ഓണപ്പാട്ട് എല്ലാവരും ചേർന്ന് ഒരു ഓണപ്പാട്ട് പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒപ്പം നിങ്ങളുടെ സകുടുംബം വിശ്വസ് നമ്മുടെ പ്രേക്ഷകർക്കും. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ.
എല്ലാവർക്കും വളരെ സമ്പൽ സമൃദ്ധമായ ഒരു വളരെ സ്നേഹപൂർവ്വമുള്ള എല്ലാവരും സ്നേഹത്തോടെ ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന അത്രയോ ഉള്ള ഒരു ട്യൂൺഫുള്ളായിട്ടുള്ള ശ്രുതിശുദ്ധമായ ഒരു ഓണം ഞങ്ങളെല്ലാവരും നേരുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു.